ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് 9 വയസ്സുള്ള ഒരു കുട്ടിക്ക് എങ്ങനെ ഒരു സിമ്പിളായിട്ട് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് എത്ര മീറ്റർ മെറ്റീരിയൽ വേണമെന്നും എങ്ങനെ സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതുമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മെറ്റീരിയൽ വരുന്ന കോട്ടൻ്റെ മെറ്റീരിയലാണ്. കോട്ടൻ്റെ മെറ്റീരിയൽ പിന്നെ ലവിൻ്റെ ചിഹ്നം വരുന്നതാണ്. ഇതിൻ്റെ അകത്ത് 2 കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ കട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്നത് യെല്ലോ ഷെയ്ഡാണ് കട്ട് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. യെല്ലോ ഷെയ്ഡിൻ്റെ മെറ്റീരിയൽ നമുക്കിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിന് ഒരു 1.25 മീറ്റർ നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തിട്ട് ആ 1.25-നെ നമ്മളിതുപോലെ 4ആയിട്ട് മടക്കിയിടണം. ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് വെറും 1.5 മീറ്റർ ക്ലോത്തിൻ്റെ ആവശ്യമുള്ളൂ. അതിനായിട്ട് ആദ്യം നമുക്ക് 1.25 മീറ്റർ കറക്റ്റ് നമുക്ക് കട്ട് ചെയ്യേണ്ട. എന്ന് വെച്ചാൽ 4ആയിട്ട് മടക്കി ഇടുമ്പോൾ നമുക്ക് 11 ഇഞ്ച് വിട്ട് വരാൻ പാകത്തിന് മതി നമുക്ക് ഇത് കട്ട് ചെയ്യുന്നത്. അങ്ങനെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ അങ്ങനെയാണ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് വിട്ട് താഴത്തെ വിട്ട് 11 വരണം. ആ രീതിക്ക് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. അപ്പം അതിന് എന്നിട്ട് 4ആയിട്ട് മടക്കി ഇടുമ്പോഴത്തേക്കും നമുക്ക് 11 ഇടണം. ആ രീതിക്ക് എടുത്തിട്ട് നമുക്ക് ആദ്യം പിന്നെ ടോപ്പിൻ്റെ ലെങ്ത് നമുക്ക് ഫ്രില്ലിടുന്ന കൂടാതെ മുകളിലേക്കുള്ള ലെങ്ത് എത്രയാണോ വേണ്ടത് അത് നമുക്കിവിടെ അളന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് അതിൻ്റെ താഴെയുള്ള പീസ് നമുക്ക് ഫ്രില്ലിനെടുക്കാം. ഇതാ ഫ്രില്ലിനുള്ളതാണ് ഞാനിവിടെ കട്ട് ചെയ്ത് 2ആയിട്ട് മടക്കിയിട്ടിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഫ്രണ്ടിനും ബാക്കിനും അപ്പം കിട്ടും, ഫ്രില്ലിട്ടെടുക്കാനുള്ളത് കിട്ടും. അപ്പം നമുക്കിത് മുകളിലത്തെ പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ അളവുകളെല്ലാം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതാ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം നമുക്ക് ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. 5.5 ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുത്ത് കൈക്കുഴി 5.5 അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമുക്ക് ബ്രസ്റ്റ് അളവ് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇവിടെ ബ്രസ്റ്റ് അളവ് നമ്മൾ 8.5 എടുത്തിരിക്കുന്നത്. ഷേപ്പ് 7.5 എടുത്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. ബാക്കിലേക്ക് ഡോറ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇച്ചിരി കൂട്ടിയിട്ട് എടുത്താലും കുഴപ്പമില്ല. താഴത്തെ വിട്ട് വരുന്നത് നമ്മൾ 11 അതിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടോട്ടൽ ലെങ്ത് വരുന്നത് 34. അപ്പം പിന്നെ തയ്യൽ തുമ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ മുകൾ പീസിൻ്റെ പിന്നെ ഫ്രില്ലൊക്കെ കഴിഞ്ഞിട്ട് മുകൾ പീസിന് എടുത്തിരിക്കുന്നത് നമ്മൾ 26 ലെങ്ത് എടുത്തിരിക്കുന്നത്. താഴത്തെ പീസ് 8 വെച്ചുമാണ് എടുത്തിരിക്കുന്നത്. ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് 8 ഇഞ്ച് ലെങ്തിലാണ് നമ്മൾ 2 മെറ്റീരിയൽ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയില്ല അതെടുത്ത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ അളവുകളെല്ലാം ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഡോറി കൊടുക്കാനുള്ള സ്ഥലം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതുപോലെ ഡോറ് കൊടുക്കാനുള്ളത് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നമുക്കൊന്ന് കൊത്തിട്ട് കൊടുക്കണം. അവിടെ ഡോറി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അതിനുശേഷം ഞാൻ താഴത്തെ ഫ്രില്ലിപ്പോൾ കട്ട് ചെയ്ത് കാണിച്ചു തന്നല്ലോ. അതിനുശേഷം സ്ലീവ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് മെറ്റീരിയൽ നമുക്കിതുപോലെ 4ആയിട്ട് മടക്കിയിടുക. 4ആയിട്ട് മടക്കിയിട്ടിട്ട് ലെങ്ത് ഞാനിവിടെ 5 ഇഞ്ച് ലെങ്താണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതിവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് വിട്ട് നോക്കാം. വിട്ട് എത്രയാണെന്ന് നമുക്ക് അത് ഇവിടെ ഒന്ന് നമുക്ക് വിട്ട് മാക്സിമം ഇത്രയും എടുക്കാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫ്രില്ലിട്ടെടുക്കാനുള്ള. എന്നിട്ട് ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കാം. വളച്ച് വരച്ച് കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മളിത് ഫ്രില്ലിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഡോറി ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രില്ലിനുള്ള താഴത്തെ ഫ്രില്ലിനുള്ളതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. ലൈനിങ് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ടിട്ട് നമുക്ക് മെറ്റീരിയൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മെറ്റീരിയൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് കട്ട് ചെയ്ത് എടുക്കുക. അന്നേരം ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഞാൻ ഒരുപാട് മോഡൽസുകൾ കട്ട് ചെയ്യുന്ന സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ പോയി കാണുക. പുതിയ പുതിയ മോഡലുകളെല്ലാമാണ് നമ്മളിതിൽ ഈ ചാനലിൽ ഇടുന്നത്. അതൊക്കെ നിങ്ങൾ കാണുക. അപ്പം നമുക്ക് ഇനി നെക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഒറ്റ അളവിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. സ്ക്വയറായിട്ട് ഈ ചതുരക്കഴുത്തിലാണ് നമ്മളിത് എടുത്തെടുക്കുന്നത്. ഇതുപോലെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ലെങ്ത് ഞാൻ എടുത്തിരിക്കുന്നത് 4 ബാക്കും ഫ്രണ്ടും. വിട്ട് എടുത്തിരിക്കുന്നത് 1.5 അങ്ങനെ നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്ലീവിലും ഇതേ അളവിൽ തന്നെ സ്ലീവിനുള്ളതും നമുക്ക് ലൈനിങ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതായത് സ്ലീവിൽ ലൈനിങ് വെച്ചാൽ മാത്രമേ അത് സ്റ്റിഫായിട്ട് ഇരിക്കുകയുള്ളൂ. ഇത് കോട്ടൻ്റെ
ലൈനിങ് ആണ് നമ്മളിവിടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്ലീവ് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നത്. ഇതാ എന്നിട്ട് നമുക്ക് ആ താഴേക്ക് ഫ്രില്ലിനുള്ളതും ലൈനിങ് നമ്മൾ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. നെക്ക് ഇതുപോലെ നമുക്കൊന്ന് അടിച്ച് മറിച്ചെടുക്കണം. ലൈനിങ്ങുമായിട്ട് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്കത് മറിച്ചെടുക്കാം. ഇതുപോലെ അടിച്ചിട്ട് മറിച്ചെടുക്കാം. നോർമൽ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക. സൂചി നിർത്തിയിട്ട് വീണ്ടും ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. വീണ്ടും അവിടെ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ടിലത്തെ നെക്ക് മാത്രമാണ് നമ്മൾ അടിച്ച് മറിച്ചെടുത്തിരിക്കുന്നത്. ബാക്ക് നെക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ബാക്ക് പീസ് ഇതുപോലെ കറക്റ്റായിട്ട് എടുത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഫ്രണ്ടിലത്തെ പീസ് വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് വേണം അതിൻ്റെ ബാക്ക് പീസിൻ്റെ ലൈനിങ് പുറത്തേക്ക് വെച്ച് കൊടുക്കാൻ. അങ്ങനെ 2 ഷോൾഡറും നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. ഇതുപോലെ 2 ഷോൾഡറും അടിച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്ക് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമുക്കത് ഷോൾഡർ അടിച്ചു കൊടുക്കാം. ഷോൾഡർ അടിച്ചു കൊടുത്തതിന് ശേഷം 2 സ്റ്റിച്ചിങ് ഒക്കെ കൊടുത്തതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് മാറ്റി മറിച്ചെടുക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് കിട്ടും. സ്റ്റിച്ചിങ് എല്ലാം ഉള്ളിലേക്ക് പൊക്കോളും. അപ്പോൾ ഒട്ടും പുറത്തേക്ക് ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ് ഒന്നും ഒട്ടും പുറത്തേക്ക് വരില്ല. ഇതുപോലെ നമുക്കൊന്ന് മറിച്ചെടുക്കാം. മറിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ വരും. കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിന് ശേഷം നമുക്ക് നെക്കൊന്ന് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് വെച്ച് ബാക്കിലത്തെ നെക്ക് നമുക്കിതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലീവ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് സ്ലീവിലെ ലൈനിങ്ങും കൂടെ വെച്ചൊന്ന് അടിച്ചു മറിച്ച് കൊടുക്കണം. സ്ലീവിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ലൈനിങ്ങുമായിട്ട് വെച്ചിട്ട് അതൊന്ന് അടിച്ചു മറിച്ചെടുത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ചിട്ടിട്ട് നമുക്കൊന്നൊന്ന് അടിച്ചെടുക്കാം. അതിനുശേഷം മെറ്റീരിയൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് അതിൻ്റെ ഷോൾഡർ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കിതിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അത് ഞൊറിട്ട് കൊടുക്കണം. സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയ ഞൊറിട്ട് കൊടുക്കുക. സ്ലീവിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട്
കുഞ്ഞു കുഞ്ഞു ഞൊറിച്ചിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ ഞൊറ് ഇട്ട് കൊടുക്കുക, താഴെ വരെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് വീണ്ടും അടുത്ത സൈഡും നമ്മളിതുപോലെ ചെറിയ ചെറിയ ഞൊറ് ഇട്ട് കൊടുക്കുക. അങ്ങനെ എൻഡ് വരെ എത്തുന്നിടം വരെ, നമ്മൾ എൻഡിൽ എത്തുന്നിടം വരെ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് സ്ലീവും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതിനുശേഷം രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഇതുപോലെ നമുക്ക് ആദ്യം സ്ലീവിൻ്റെ എൻഡ് ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് എടുത്ത് വെച്ച് നമുക്ക് മടക്കി ഇതുപോലെ എടുത്ത് വെച്ചതിന് ശേഷം രണ്ട് സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരുമ്പോഴത്തേക്കും ലൈനിങ് നല്ല പീസെല്ലാം കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ ആ കൊത്തിട്ട് കൊടുത്ത ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും ഡോറ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഡോറ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കത് സെൻറ്റർ ആ കൊത്തിട്ട് കൊടുത്ത ഭാഗത്ത് ആ ഡോറ് വെച്ച് കൊടുത്തതിന് ശേഷം താഴേക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. ഇതുപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രില്ലിടാൻ രണ്ട് മെറ്റീരിയൽ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് തമ്മിൽ യോജിപ്പിച്ചെടുക്കണം. ഇത് ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും നമ്മൾ രണ്ട് പീസായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അത് തമ്മിൽ യോജിപ്പിക്കുമ്പോൾ നമ്മൾ മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ആ ലവിൻ്റെ ചിഹ്നം മുകളിലേക്കും താഴേക്കും പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഡിസൈനുകൾ, ഏത് ടൈപ്പ് ഡിസൈൻ നമ്മൾ സ്റ്റിച്ച് ചെയ്താലും അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഇത് ശ്രദ്ധിക്കണം. അങ്ങനെ നമുക്ക് അത് രണ്ട് സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് അടുത്ത സൈഡ് നമുക്കൊന്ന് ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് പിന്നെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ടോപ്പയിലേക്ക് താഴ്ഭാഗത്ത് നമുക്കിത് ചെറിയ ചെറിയ ഞൊറുവിട്ട് ഫ്രില്ലിട്ട് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് താഴ്ഭാഗം പിന്നെ നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ലൈനിങ്ങും അതുപോലെ തന്നെ കൊടുത്തിട്ട് നമുക്കൊന്ന് ഫ്രില്ലിട്ട് കൊടുക്കണം. ലൈനിങ് നമ്മൾ ഇതിനുമൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ടോപ്പ് സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെങ്കിൽ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ടോപ്പ് നല്ല കറക്റ്റായിട്ട് സ്റ്റിഫായിട്ടിരിക്കണമെങ്കിൽ ഇതിന് ലൈനിങ് കൊടുക്കണം. താഴെ ഫ്രില്ലിടുന്നതിന് ലൈനിങ് കൊടുക്കണം. നമുക്ക് ആദ്യം നല്ല പീസ് വെച്ച് ഫ്രില്ലിട്ടെടുക്കാം. അതിനുശേഷം ലൈനിങ് വെച്ച് നമുക്ക് ഫ്രില്ലിട്ടെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് റൗണ്ടിന് നമുക്ക് ഫ്രില്ലിട്ടെടുക്കാം. അതിനുശേഷം ലൈനിങ്ങും നമുക്കിതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചെല്ലാം എടുത്തതിന് ശേഷം ഇതിൻ്റെ താഴ്വശത്ത് വെച്ച് കൊടുത്ത് നമുക്ക് അതും ഫ്രില്ലിട്ടെടുക്കാം. ചെറിയ ചെറിയ ഫ്രിൽസുകൾ കൊടുക്കാം. അതിനുശേഷം ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഇതുപോലെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ നമുക്ക് ആ നല്ല പീസിൻ്റെ താഴ്ഭാഗം ഇതുപോലെ തന്നെ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അത്രയേ ഉള്ളൂ. ഈ വീഡിയോ വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ കുറച്ച് മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ഒരു ഫ്രോക്ക് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും. ഇതുപോലത്തെ ഫ്രോക്ക് വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക. അല്ല മെറ്റീരിയൽ വേണമെങ്കിൽ അതിനായാലും കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുത്തേക്കാം. അതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.